ഉറച്ച തീരുമാനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത്തരം ഉറച്ച തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ ആവശ്യമാണ്. ഇത്തരം നല്ല ഉപദേശങ്ങളുടെ ഒരു ആവിഷ്കാരവുമായി വരുന്നു ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചൊരു കഥയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്, പലതും വെറുതെ പറയുന്നതായിരിക്കാം. അദ്ദേഹം ആഫ്രിക്കയിലെത്തിയപ്പോൾ അവിടുത്തെ ഒരു കാട്ട് രാജാവിനെ പോയി പരിചയപ്പെട്ടു. അപ്പം അദ്ദേഹത്തിന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനുള്ള ഒരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സൗഹൃദത്തോടു കൂടി അദ്ദേഹം ആ രാജ്യത്തേക്ക് പ്രവേശിച്ചു. അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ സൗഹൃദപൂർവ്വം സ്വീകരിച്ചു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അപ്പം അലക്സാണ്ടർ ചക്രവർത്തി എന്ന വെറും ഒരു ചക്രവർത്തിയല്ല, ഒരു ഗുരുപാരമ്പര്യം പിന്നിലുണ്ട്. അലക്സാണ്ടറുടെ ഗുരുവാണ് അരിസ്റ്റോട്ടിൽ. അപ്പോൾ അരിസ്റ്റോട്ടിൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിയമവ്യവസ്ഥിതികൾ പലതും സത്യത്തിൽ അരിസ്റ്റോട്ടലിൻ്റെ ചിന്തയെന്ന് വരികയാണ്, ഇന്നത്തെ ആധുനിക നിയമങ്ങൾ പോലും. പിന്നെ അരിസ്റ്റോട്ടലിൻ്റെ ഗുരുവാണ് പ്ലേറ്റോ, റിപ്പബ്ലിക്കൊക്കെ എഴുതിയ അദ്ദേഹം. പ്ലേറ്റോയുടെ ഗുരുവാണ് സോക്രട്ടീസ്. അങ്ങനെ നാലാമത്തെ ജനറേഷനിലാണ് അലക്സാണ്ടർ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബൗദ്ധികമായി വളരെയധികം വളർന്ന ചക്രവർത്തിയാണ്. വളരെ ചെറുപ്പമാണ്, പക്ഷേ ബൗദ്ധികമായി വളരെ വളർന്ന ആളാണ്. അല്ല വെറും ഒരു ബാർബേറിയൻ അല്ല. പലപ്പോഴും ഇപ്പം തുർക്കികളൊക്കെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ലൈബ്രറികൾ മുഴുവൻ കത്തിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒരുപാട് ലൈബ്രറി അവർ കത്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറിവിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തതുകൊണ്ടാണ്. ഖുറാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വായിച്ച് വളരേണ്ട പുസ്തകമാണ്. പക്ഷേ തുർക്കുകൾക്ക് അങ്ങനെ സംസ്കാരം ഉണ്ടായിരുന്നില്ല. അതുപോലെയല്ല ഗ്രീക്കുകാരുടെ സംസ്കാരം. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി വന്നിട്ട് ഈ രാജസദസ്സിൽ പോയി. രാജസദസ്സ് വെച്ചാൽ വലിയൊരു തടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ രാജാവ് ഇരിക്കുന്നു, ചുറ്റും കുറേ ആളുകൾ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കേസ് അവിടെ നടക്കുകയാണ്. കേസ് എന്താണെന്ന് വെച്ചാൽ ഒരാൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഭൂമി വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് അയാളത് കൃഷി ചെയ്യാൻ വേണ്ടി കുഴിച്ചപ്പോൾ അതിൽ സ്വർണം നിധി കിട്ടി, ഒരു പേടകം മുഴുവൻ സ്വർണം. അപ്പോൾ ഇയാൾ ഈ സ്വർണം കൊണ്ട് തനിക്ക് ഭൂമി വിറ്റ ആളെടുത്ത് നിന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങളുടെ ഭൂമി ഞാൻ വാങ്ങിച്ച് അതിൻ്റെ വിലയും തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ അവിടെ കുഴിച്ചപ്പോൾ ഒരുപാട് സ്വർണം കിട്ടി. ആ സ്വർണ്ണമൊന്നും എൻ്റേതല്ല, അത് നിങ്ങളുടേതാണ്, അത് നിങ്ങൾ തന്നെ വെച്ചേക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ സ്വർണ്ണം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ, അപ്പോൾ അത് നിങ്ങളാണ് വെക്കേണ്ടത്, ഞാനല്ല. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനൊരു തർക്കം ഉണ്ടാവും. ഇവർ രണ്ടും കൂടെ ഭയങ്കര തർക്കമായി. അത് ഈ കാട്ടുരാജാവിൻ്റെ മുന്നിൽ വന്നു. അപ്പോൾ രാജാവ് ഈ തർക്കം രണ്ട് വശവും കേൾക്കുകയാണ്. അപ്പോൾ അലക്സാണ്ടർ ഇങ്ങനെ താടി കൈ കൊടുത്തിരിക്കുകയാണ്, ഇങ്ങനെ ഒരു തർക്കം വരുമോ? അല്ല, നേരെ തിരിച്ചല്ലേ വരേണ്ടത്. അപ്പോൾ ഈ ആഫ്രിക്കയിലെ ആ രാജാവ് പറഞ്ഞു, അത്രയും ഒരു കാര്യം ചെയ്യുക, നിനക്കൊരു മകനുണ്ടല്ലോ, ആ മകനെ കൊണ്ട് ഇവളുടെ മകളെ കല്യാണം കഴിപ്പിക്കുക, എന്നിട്ട് ശ്രീധനമായിട്ട് ഈ സ്വർണ്ണം അവൾക്ക് കൊടുത്തേക്കുക. അപ്പോൾ തീർന്നില്ലേ? രണ്ടുപേർക്ക് സന്തോഷമായി. അങ്ങനെ ആ വിവാഹം നടന്നു, ആ സ്വർണ്ണ പ്രശ്നം തീർന്നു. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഫ്രിക്കയിലെ ആ രാജാവ് ചോദിച്ചു, എന്താ അങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്താണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, ഈ കേസ് ഞങ്ങളുടെ രാജ്യത്താണ് വന്നിരുന്നത്, എൻ്റെ മുമ്പിലാണ് വന്നിരുന്നെങ്കിൽ ഈ സ്വത്തിൻ്റെ ഒരു അവകാശി കൂടെ ഉണ്ടാവും, ഒരു പുതിയ അവകാശം ഈ സ്വത്തിനുണ്ടാകും. അപ്പോൾ ഈ രാജാവ് ചോദിച്ചു, ആരാണ്? അപ്പോൾ അലക്സാണ്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തന്നെ. രാജാവിൻ്റേതാണ് ഈ സ്വർണ്ണനിധി എന്ന് പറഞ്ഞ് രാജാവും കൂടെ അവകാശം പറയും. എന്നിട്ട് രാജാവ് ബലം പ്രയോഗിച്ച് ഈ നിധിയെ തൻ്റെ നിധിയുടെ ഒരു ഭാഗമാക്കി മാറ്റുന്നു. അപ്പോൾ ഈ കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, നമുക്ക് ഒരുപാട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കാം, ഒരുപാട് അറിവുകൾ നമുക്കുണ്ടായിരിക്കാം, ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ടായിരിക്കാം, ഒരുപാട് കഴിവുകൾ, ഇതൊക്കെ നമുക്കിന്നുണ്ടായിരിക്കാം. കാരണം നമ്മളൊരു ആധുനികരാണല്ലോ. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. ഈ പ്ലേറ്റോ അല്ലെങ്കിൽ സോക്രട്ടീസ് നമ്മുടെ ഈ ഒരു ട്രെയിനെ കാണുകയാണെങ്കിൽ സോക്രട്ടീസ് അതൊരു ട്രെയിനാണെന്നായിരിക്കില്ല മനസ്സിലാക്കുന്നത്. ഏതോ ഒരു വ്യാളി ആക്രമിക്കാൻ വരും എന്ന് പറഞ്ഞിട്ട് സോക്രട്ടീസ് ഓടിപ്പോവും എന്ന് പറഞ്ഞാൽ സോക്രട്ടീസിന് ബുദ്ധിയില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുമ്പ് ജീവിച്ചിരുന്ന തലമുറകൾ അല്ലെങ്കിൽ കാടുകളിലൊക്കെ ജീവിക്കുന്നവർക്ക് നമ്മുടെ വിദ്യാഭ്യാസം ഇല്ല എന്നതുകൊണ്ട് അവർക്ക് വിദ്യ ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത്. നമ്മളെക്കാളും ഒരുപക്ഷെ പല കാര്യങ്ങളിലും അങ്ങേയറ്റം വിവരമുണ്ടാവും, ഡിസ്ക്രിമിനേറ്ററി പവർ ഉണ്ടാവും, അതവർക്ക് കൂടുതലായിരിക്കും. അതാണ് അലക്സാണ്ടർ അത്ഭുതത്തോടുകൂടി ഈ കഥ പിന്നീട് പറയാൻ കാരണം. അപ്പോൾ പരിഷ്കൃതമെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും തികച്ചും അപരിഷ്കൃതമാണ്. എന്നാൽ അപരിഷ്കൃതമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന പലതും, പല വർഗ്ഗങ്ങളും പലതും വളരെയധികം നമ്മളെക്കാളും സബ്ലിമേറ്റഡാണ്. അപ്പോൾ വിവരസാങ്കേതിക വിദ്യ അങ്ങേയറ്റം വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ കാലത്ത്
വിവര സാങ്കേതിക വിദ്യ പോലെ തന്നെ വിവേക സാങ്കേതിക വിദ്യ എന്നൊരു വിദ്യ കൂടെ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ പൂർവികന്മാർ ജീവിച്ചിരുന്ന പശ്ചാത്തലവും അവരുടെ ചിന്തകളും അവരുടെ തത്വചിന്തയും ഒക്കെ മനസ്സിലാക്കണം. അതിൽ നിന്നാണ് നമുക്ക് വിവേകം വരുന്നത്. ഇന്നത്തെ യുവജനങ്ങളുടെ ആയാലും ശരി, സ്ത്രീകളുടെ ആയാലും ശരി, നമ്മുടെ സാമൂഹ്യ നേതാക്കന്മാരുടെ ആയാലും ശരി, രാഷ്ട്രീയ നേതാക്കളുടെ ആയാലും ശരി, രാഷ്ട്രങ്ങളുടേതായാലും ജനതകളുടെയും പ്രശ്നം എന്താണ്? അവർക്ക് വിവരമുണ്ട്, വിവേകം ഇല്ല എന്നതാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ജനിച്ചിട്ട് 125 വർഷമാകുന്ന ഈ കാലത്തിൽ ആ വിവേകാനന്ദനെ ചിന്തിച്ചുകൊണ്ട് വിവേകം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആ മനോഹരമായ ചിന്തയോടുകൂടി സ്വാമി അശ്വതി തിരുനാളി സൈനിങ് ഓഫ്. ഗുഡ് ഈവനിങ്.